ഇന്ത്യൻ ചരിത്രത്തില് ഏറ്റവും വലിയ ഒരു നാർക്കോ ഹണ്ടിന്റെ തുടക്കം പെരുമ്പാവൂരാണ് എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. ഈ വിദ്യാർത്ഥികളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ റെസ്പോൺസ് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവർക്ക് നേരത്തെ ഇവിടെ ഭയമായിരുന്നു നടക്കാൻ, എങ്ങനെയുള്ളവരാണെന്ന് അറിയാൻ പറ്റത്തില്ല, പേടിയായിരുന്നു, കയറി പിടിക്കുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ലല്ലോ. അതായത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പ്ലാൻ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഒരു ഭയമില്ലാതെ നേരിടാം, പോലീസിന്റെ അടുക്ക പോയി പറയാം. ഇപ്പൊ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. രേഷ്മയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂര് ഓപ്പറേഷൻ തൂഫാൻ ഉദ്ഘാടനം ചെയ്ത അന്ന് നമ്മുടെ ടീം ജേർണലിസ്റ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നത് രേഷ്മയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം രേഷ്മ വീണ്ടും പെരുമ്പാവൂരൊന്ന് വിസിറ്റ് ചെയ്തു. അന്നത്തെ പെരുമ്പാവൂരും ഇന്നത്തെ പെരുമ്പാവൂരും തമ്മിൽ എന്തെങ്കിലും മാറ്റം തോന്നിയോ രേഷ്മയ്ക്ക് അവിടെ ചെന്നപ്പം? ഞാൻ ആദ്യം പെരുമ്പാവൂരിൽ പോയത് ഈ തൂഫാന്റെ ഭാഗമായിട്ടല്ല. തൂഫാന്റെ ഭാഗമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 തവണയാണ് പോയിട്ടുള്ളത്. അല്ലാതെ ഞാൻ പെരുമ്പാവൂർ പോയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഉണ്ടായ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് അവിടുത്തെ തിരക്കാണ്. ഈ ഭായി കോളനി മാത്രമല്ല, പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലാണെങ്കിലും പ്രൈവറ്റ് സ്റ്റാൻഡിലാണെങ്കിലും മൊത്തത്തിൽ വലിയ തിരക്കാരനാണ് ഉണ്ടായിരുന്നത്. ഈ തിരക്കിന് ഒരുപാടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ ഒരാൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ പോകണമെങ്കിൽ നാനാഭാഗത്തും ഈ പറയുന്ന ഭായിമാരെ തട്ടിമുട്ടി അങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥ, നമുക്ക് മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് എനിക്ക് വലിയൊരു മാറ്റമായിട്ട് തോന്നി. തൂഫാന്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, അവിടുത്തെ നമ്മൾ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു സെഗ്മെന്റ് ആയിരുന്നു. അതെന്തായാലും കാണണം എല്ലാവരും. കാരണം അത്രയും നല്ലൊരു പദ്ധതിയാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രൗഡ് കൂടിയാണ് നമുക്ക് അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു കാര്യം. വിജയിച്ചു എന്ന് തന്നെയാണ്. അതെ, വിജയിച്ചു, ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളതാണ്. അത് പൂർണ്ണമാക്കണമല്ലോ. പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പറഞ്ഞാൽ എന്തായാലും ഓണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഘട്ടവും കൂടി അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കോമഡി ആയിട്ട് നല്ലൊരു സെഗ്മെൻ്റാണ് എടുത്തത്. അപ്പം ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ റെസ്പോൺസ് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവർക്ക് നേരത്തെ ഇവിടെ ഭയമായിരുന്നു നടക്കാൻ. കാരണം എങ്ങനെയുള്ള ആൾക്കാരാണ് നേരെ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ഇവർക്ക് പേടിയായിരുന്നെന്ന്. പക്ഷെ ഇപ്പം അവർ വളരെ കൂളായിട്ടാണ് നടക്കുന്നത്. അവർക്കിപ്പം നല്ല ഫ്രീ ആയിട്ട് നടക്കാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടിയെന്നുള്ളതാണ്. അപ്പം വിദ്യാർത്ഥികൾക്ക് നല്ല സൗകര്യത്തിൽ ഇപ്പോൾ അവിടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ തിരക്ക് കാരണമൊക്കെ തന്നെയായിരുന്നു. കാരണം ഇവരെ തട്ടിയാണല്ലോ നടക്കുന്നത്. പിന്നെ എങ്ങനെയുള്ളവരാണെന്ന് അറിയാൻ പറ്റത്തില്ല, പേടിയായിരുന്നു, കയറി പിടിക്കുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ലല്ലോ. ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലാണ് ചെയ്യുന്നത് അറിയത്തില്ല. അത് പേടിച്ചിട്ടാണ് ഈ ആളുകളും ഈ വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടെ ഇങ്ങനെ പേടിക്കുന്നത്, ഈ സ്ത്രീകളും. അപ്പം ഒരുപറ്റം വിദ്യാർത്ഥികൾ അങ്ങനെ പറയുന്നു, സ്ത്രീകൾ അതേ വിഷയം തന്നെ പറയുന്നു. ഇത് നേരത്തെ ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, ബസ്സൊന്നും കയറാൻ നിൽക്കുമ്പം ബസ് നിറച്ച് ഈ ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന റോഡിലും അവിടെ ഇവിടെയൊക്കെ കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭായിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം അവിടെ ഒരു ശുദ്ധികലാശം നടത്തിയത് കൊണ്ട് ഒരുപാട് പേര് അവിടുന്ന് പോയി. അതൊരു മാറ്റമാണ്. ഇത് നേരത്തെ ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതെ, അത് പലരും പറയുന്നത് 10 വർഷം ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടെ പോയി, ആഭ്യന്തരം ഇവിടെ പോയി. സത്യത്തിൽ അത് കറക്റ്റ് അല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വാർത്തയിൽ പോലും പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന് കേട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. ആ ഒരു പ്രവർത്തനത്തിന്റെ രീതിയും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഈ തൂഫാൻ വന്നതിന് ശേഷം നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ ഈ ലഹരി വസ്തുക്കളാണ് പിടിച്ചുകൂടിയത്. കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1393. അതില് ഭൂരിഭാഗവും പെരുമ്പാവൂര് ആയിരിക്കും. ഇതിന്റെ പിന്നിൽ ചില ബിനാമികൾ ഉണ്ട് എന്നാണ് ഈ റെസ്പോണ്ട് ചെയ്തവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്, രാത്രി 7 മണിക്ക് ശേഷം നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും പകല് നടക്കുന്ന ഒരുപാട് കച്ചവടം കുറയ്ക്കാൻ ഈ ചെന്നിത്തലയുടെ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇവർ പറയുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഒരു 60-70% ആളുകളുടെ കച്ചവടം മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ തിരക്ക്, അത്രയും ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം വളരെ രസകരമായിട്ട് അതിനെ കാണുന്നവരുണ്ട്. എന്നാൽ ഈ തൂഫാന് ഇരുകൈ നീട്ടി അത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു കാര്യം ഭാവിയിലേക്കുള്ളൊരു
കരുതലാണ് എന്ന് പറയുന്നതും ഞങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇതിൽ പങ്കാളികളാണ് എന്ന് ഒരുപാട് പേരൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് വലിയ വിജയമായിട്ടാണ് പെരുമ്പാവൂർ അവിടെയുള്ള ആളുകളൊക്കെ കാണുന്നത്. കുറച്ച് പേര് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം കൊണ്ടുവന്ന ഈ മാറ്റം എന്ന് പറയുന്നത് കേരളം മൊത്തത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ്. മാറ്റം എന്നല്ല, വലിയൊരു പദ്ധതിയാണ്. ആ പദ്ധതിയെ എല്ലാവരും കക്ഷി രാഷ്ട്രീയമില്ലാതെ കൈകോർക്കുന്നു എന്നുള്ളതാണ്. ഇത് വേറെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ ഇതിലൊരു പങ്കെന്നാണ് അല്ലെ. ഇത്രയും ശക്തമായി ഇത് കൊണ്ടുവരാൻ അവർ ഇത്രയും എല്ലാ മുക്കും മൂലയും പരിശോധിച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് ഇരയായവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ വിൽപ്പന നടക്കുന്നത് അറസ്റ്റ് ചെയ്യുക. അത് മാത്രമല്ല, നമുക്കറിയാം സ്കൂൾ കോളേജുകളുടെയൊക്കെ മുമ്പിൽ ഇതിന്റെ മാഫിയായിരുന്നു ഇങ്ങനെ വലയിട്ടതുപോലെ നിന്ന് അവരെയൊക്കെ പിടിച്ച് ഇട്ട് അതിന് ആക്ഷൻ എടുക്കുക എന്നൊക്കെ ഉള്ള ചെറിയ കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടായിരുന്നു 14 ജില്ലകളിൽ നിന്നും അറസ്റ്റ് ഉണ്ട്. 14 ജില്ലകളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 10,000-ൽ പുറത്തുണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ല, കൂടുതൽ എന്നും പറയണം നമ്മളിപ്പോ നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ തന്നെയാണ്. അപ്പം ഇത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ. അതെ, ഈ പെരുമ്പാവൂർ ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ കാണുന്ന അവിടെ ഒരു 8 പോസ്റ്റ് ഉണ്ട്. പലയിടത്തും 8 പോസ്റ്റ് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ലഹരി മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു 8 പോസ്റ്റും 2 പോലീസുകാരും അവിടെ ഇരുന്ന ജനങ്ങൾക്ക് അത്രയും പോലീസുകാരോട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് പോലീസ് പ്ലാറ്റൂൺ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഈ ജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക, ആ കംപ്ലൈന്റ് നേരത്തെ നമുക്കായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നം, അത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പേടിയുണ്ടായിരുന്നു. അപ്പൊ ആ ഭയം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 2ാം ഘട്ട ഒരു പോലീസ് പ്ലാറ്റൂൺ എന്ന് പറയുന്ന കാര്യം അദ്ദേഹം കൊണ്ടുവന്നത്. മാത്രമല്ല, ഇപ്പൊ പോലീസിനെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറക്കുകയാണ്. നേരത്തെ കസേരയിൽ ഇരുന്നുള്ള പരിപാടി, കസേരയിൽ ഇരിക്കുന്നതെന്നല്ല എങ്കിലും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഊർജിതമായിട്ട് കഴിഞ്ഞ 10 വർഷം കസേര ഇരുന്ന രീതിയിലായിരിക്കാം. കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലീസ് സേന കുറേയൊക്കെ വിട്ടുവീഴ്ച ക്രിമിനൽ കേസുകളിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്തരം റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന പോലീസിന്റെ മാറ്റം തന്നെ, അതായത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് വരുന്നു, പോലീസിന്റെ മേധാവി അങ്ങനെ അവിടെ തൊട്ട് AD അജിത് കുമാർ തൊട്ട് മാറ്റുകയാണ്. അതായത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പ്ലാൻ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ പോലീസ് യോഗം ചേരുന്നു, ആ പോലീസുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അടിമുടി മാറ്റം ഈ പോലീസ് സേനയ്ക്കകത്ത് കൊണ്ടുവന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ADGP അജിത് കുമാറിനെ മാറ്റിയത്. അഴിച്ചുപണി നടത്തി. അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷം പിന്നീട് അവിടെ വന്ന ഓരോ ആൾക്കും എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെ പോലീസ് ആവണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പെരുമ്പാവൂര് വലിയ വിഷയമായിരുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന നല്ല രീതിയിൽ നടന്നിരുന്ന ഒരാളാണ് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പം ഈ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി തന്നെ അന്നുണ്ടായിരുന്നപ്പോൾ അത് ജനങ്ങൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ആയിരുന്നു ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. മാത്രമല്ല അഞ്ജന, ഈ പെരുമ്പാവൂര് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും അതിനെ കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യൻ ചരിത്രത്തില് ഏറ്റവും വലിയ ഒരു നാർക്കോ ഹണ്ടിന്റെ തുടക്കം പെരുമ്പാവൂരാണ് എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. നാളെ ഒരു പക്ഷെ ഈ തൂഫാൻ എവിടെ തുടങ്ങി, ഒരു PSC ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെരുമ്പാവൂരിലാണ് തുടങ്ങിയത്, അതിന്റെ പിന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള ഒരു കാര്യം കൂടി വരികയാണ്. അതായത് ചരിത്രത്തില് ഈ ലഹരിക്കെതിരെ വലിയൊരു പദ്ധതി ഉണ്ട് എന്ന് എഴുതി ചേർക്കപ്പെടുകയാണ്. മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നർക്കോ ഹണ്ട് ഇത്രയും നാളായിട്ട് ഇല്ലായിരുന്നു. അതിനെ കൂട്ടുപിടിക്കുകയും അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകുന്ന രീതിയിലൊക്കെയായിരുന്നു ഇത്രയും നാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ 10 വർഷത്തിന് ശേഷം പുതിയൊരു ആഭ്യന്തരമന്ത്രി വരുന്നു, ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരികയാണ്. അപ്പം ഓപ്പറേഷൻ കുബേര കഴിഞ്ഞ് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായത് കൊണ്ടായിരിക്കാം എനിക്ക് ആഭ്യന്തരം വേണമെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. അദ്ദേഹം ആഭ്യന്തരം ആദ്യമേ വേണമെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു എന്തിനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു പദവി കൈകാര്യം അടിപൊളിയായിട്ട് ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായും. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന പോലെ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു
പ്രോജക്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് ഇതിന് അഡിക്റ്റഡ് ആയിക്കണമെന്ന് വെച്ചാൽ ഈ മയക്കുമരുന്നിനും കഞ്ചാവിനും അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായവരെ ശുശ്രൂഷിക്കാനുള്ള പദ്ധതി വേറെ അദ്ദേഹം ഇതിന് ഈ പിന്നിലുണ്ടെന്ന് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതായത് മൊത്തത്തിൽ അഴിച്ചു മാറ്റുക, കേരളത്തെ എങ്ങനെ ലഹരി മുക്തമാക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വളരെ ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുറെ പേര് പറയുന്നുണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് പേരെടുത്തിട്ട് അത് മാറാനാണ് എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല, അത് കണ്ടിന്യൂസ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഓപ്പറേഷൻ തൂഫാൻ, ജാഗരൻ, അതുപോലെ തന്നെ പോലീസ് പ്ലാറ്റൂൺ, ഇപ്പം ഓണം കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഭാഗം പെരുമ്പാവൂരിൽ വരുന്നുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ആഭ്യന്തരമന്ത്രി ലഹരിക്കെതിരെ ജനങ്ങൾക്കൊപ്പം ഒരു റാലി നടത്തി മഴയത്ത് വരുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടില്ല. നല്ല മഴയുണ്ട്. ഞാനൊക്കെ ആ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് നല്ല മഴ നനഞ്ഞിട്ടാണ് നമ്മൾ ഇത് നടക്കുന്നത്. കാരണം അവിടെ വരുന്നവർ പറയുന്നത്, അവിടെ പബ്ലിക് ബൈറ്റ് എടുക്കാൻ പോയ സമയത്ത് 2 വ്യക്തികൾ വന്നിരുന്നു. അവര് ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ആ പാർട്ടിയിലുള്ളതല്ല, ഞങ്ങൾ മറ്റൊരു പാർട്ടിയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞങ്ങളൊരു പാർട്ടി നേതാവായിട്ട് ഇതിൽ കാണുന്നില്ല. എല്ലാ ഒരു രാഷ്ട്രീയ നേതാവെന്നതിലുപരി അദ്ദേഹം ഈ കൊണ്ടുവന്ന പദ്ധതിയും അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു. അദ്ദേഹത്തോടുള്ള ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ. അത് എനിക്ക് ഭയങ്കര കൗതുകമായിപ്പോയി. കാരണം പല ആളുകളും കൊണ്ടുവരുന്ന പദ്ധതികൾ സ്വീകരിക്കാറുണ്ട്, പക്ഷെ അതൊക്കെ ഇതിന്റെ പുറത്താണ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ട്. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരം. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. കുട്ടികൾ ഒരുമിക്കുന്നു, കുട്ടികൾക്ക് വലിയൊരു ബോധവൽക്കരണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു ഭയമില്ലാതെ നേരിടാം, പോലീസിൻ്റെ അടുക്ക പോയി പറയാം, അല്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ തൂഫാനുണ്ട് വിളിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി അവരുടെ ഇങ്ങനെ ഇതേ കണക്ക് ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് നേരത്തെ ഭയമായിരുന്നു, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം. ഇപ്പോൾ അവർക്കൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ട് എങ്ങോട്ടും ഓടി പോകണ്ട, ഭയപ്പെടണ്ട, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കാണുമെന്നുള്ളൊരു വിശ്വാസം ഈ ജനങ്ങൾക്ക് വന്നു ഓപ്പറേഷൻ തൂഫാനിലൂടെ. ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ശരിക്കും കേരളത്തിന് നല്ല മികച്ച ഒരു ആഭ്യന്തരമന്ത്രിയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം അല്ലെ രേഷ്മ? അത് മാത്രമല്ല, ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ മാത്രമല്ല, ഓപ്പറേഷൻ ഗ്രിപ്പ്, ഇപ്പൊ പറയുന്ന അർജുനായങ്കിനെ തൂക്കിയത്, അതൊക്കെ എടുത്തു പറയേണ്ടി വരും. ഈ പറയുന്ന വിസിൽ അല്ലെ, അഴിമതിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ, സ്ത്രീകൾക്ക് പോക്സോ, അതെ പോക്സോ, അങ്ങനെ എന്തല്ല നമ്മള് ഒരു ഭയങ്കര പ്രൗഡാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ആഭ്യന്തര മന്ത്രി ഉള്ളതിൽ അല്ലെ. ഇപ്പൊ ആഭ്യന്തര മന്ത്രി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നുള്ളതാണ്. കാരണം ആഭ്യന്തരം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ ഇതെന്താ വകുപ്പ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചവരുണ്ട്. പക്ഷേ ഇപ്പൊ കൊച്ചുകുട്ടികളുടെ അടുത്ത് ആഭ്യന്തരമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, അത്രത്തോളം അദ്ദേഹം ജനഹൃദയങ്ങളിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 2ാമത്തെ കാര്യം, ഇലക്ഷൻ സമയത്ത് പുച്ഛിച്ച പലർക്കും ഇന്ന് നല്ലത് പറയേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭരണ മികവ്, വിശ്വാസം അർപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ കിടിലം മുഖ്യമന്ത്രി ആകാം എന്ന് പോലും തോന്നിപ്പോകും. അത്രയ്ക്ക് അടിപൊളി രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കം എന്ന് പറയുന്നത്. വെൽ പ്ലാൻഡ് ആണ്. പോലീസ് സ്വന്തം അണികളിൽ പോലും MDMA കേസിൽ പിടികൂടുന്നുണ്ട്. അതൊക്കെ കളിയാക്കുന്ന പലരും ഉണ്ട്, കളിയാക്കുന്നവരുടെ ഇടയിലും പിടികൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകരെ കാറിൽ നിന്ന് പിടികൂടി, നേതാവിനെ ഉൾപ്പെടെ. അങ്ങനെയല്ല, ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് തെറ്റാര് ചെയ്യുന്നു അവർക്ക് ശിക്ഷ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സിനിമയുടെ കാരവാനിലൊക്കെ പോകാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ആൾക്കാർക്ക് പേടിയായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതിലൊക്കെ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സിനിമയുടെ എവിടെയാണോ ഈ സംഭവം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കൺഫേം ഉണ്ടോ, ആ തൂഫാൻ ടീം കയറിക്കോ എന്നുള്ളൊരു അനുമതി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പോലീസുകാർക്കുണ്ടായി. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നേരത്തെയൊക്കെ പേടിയായിരുന്നു, ഈ സിനിമയുടെ കാരവാനിൽ കയറാനൊക്കെ അനുമതി വേണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി, അവിടെ ആ സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോയി അന്വേഷിച്ചോ എന്നുള്ളൊരു അനുമതി കൊടുക്കുമ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ മികവ് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ചെറിയവനോ വലിയവനോ അല്ലെങ്കിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നൊന്നുമില്ല. തെറ്റ് ആര് ചെയ്യുന്നോ, സ്വന്തം അണികളും കൂടെ തോളെ കൈയിട്ട് നിൽക്കുന്ന ആരായാലും വരെ പിടികൂടുക എന്നുള്ളൊരു മാതൃകാപരമായിട്ടുള്ള ഒരു മികച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ. അതോടൊപ്പം തന്നെ ഓരോ രീതിയിലുള്ള അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികളും അതിൻ്റെ ഭാഗം തന്നെയാണ്.
കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിൽ യാതൊരു തർക്കമില്ല. കാരണം ഭരണം തുടങ്ങി 2 മാസം പോലും ആകുന്നതേ ഉള്ളൂ. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ മികച്ച പ്രകടനം എന്ന് പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് യുവതലമുറകൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും. കക്ഷി രാഷ്ട്രീയമില്ലാതെ ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണ മികവ് അത്രയും നല്ലതാണ്. അപ്പൊ ഈ വട്ടം തൂഫാൻ ഓണമാണ് അല്ലേ? തൂഫാൻ ഓണമാണ്.